കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. ഈ വികാരങ്ങൾ അടക്കി പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷാജിദ രണ്ടാമത് വിവാഹം കഴിച്ചെന്ന് പറഞ്ഞത്. വികാരം അടക്കി പിടിക്കാത്തതെന്നല്ല, എനിക്കിപ്പോൾ ഒരു 32 വയസ്സായിട്ടുള്ളൂ. മനുഷ്യനാണ്. ഇപ്പൊ മനുഷ്യന്മാരാകുമ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഇപ്പൊ എന്റെ ശരീരത്തിലെ ഹോർമോണും കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇപ്പൊ നിങ്ങളൊരു കമന്റ് ഇടുന്ന ഒരാൾ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെണ്ണിന്റെ വിചാരങ്ങളെ മാറ്റി നിർത്തിയിട്ട് അത് നമ്മുടെ ഒരു എനിക്ക് 15 വയസ്സായ മകനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ വിചാരങ്ങൾ എനിക്ക് അവനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം ചെറുതായിട്ട് ആളിവിടെ ഉള്ള കണ്ണൂരുകാരനാണ്. നിക്കാഹ് ഇതിപ്പോ ഈ മാസം തന്നെ ഫസ്റ്റിലായിരുന്നു. നമ്മുടെ പള്ളിയല്ല, വേറൊരു സ്ഥലത്ത് വെച്ച് നിക്കാഹ്. പാലക്കാട് തന്നെ? അല്ലല്ല, അവരുടെ ഭാഗത്ത് വെച്ച്. എന്റെ ലൈഫ് ഞാനും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ. അതിലിപ്പോ ഉമ്മ ബാക്കിയുള്ളവരൊന്നും ലൈഫിലോട്ട് കടന്നു വരാനുള്ള ഒരു ഇതുമില്ല. മക്കളെല്ലാവരും ഉണ്ടായിരുന്നോ കല്യാണത്തിന്? ഇല്ല, എന്ത് സത്യം ഉണ്ടെങ്കിൽ അങ്ങനെ തെളിയിക്കട്ടെ അവര്. അങ്ങനെ എവിടെയാണ് അബോർട്ട് ചെയ്തത്, ഏത് ഡോക്ടറെ കാണിച്ചത്, എല്ലാ കാര്യങ്ങളും അറിയണല്ലോ. വെറുതെ ഒരു അപവാദം പറഞ്ഞ് പരത്തിയതാണ്. കാരണം അവള് നോക്കി വെച്ച ഒരു പെണ്ണിനെ ഇക്ക കെട്ടില്ല എന്നുള്ളൊരു ദേഷ്യം അവൾക്ക് എന്നോട് എപ്പോഴും ഉണ്ട്. മൈലാഞ്ചിട്ടോണ്ട് കാണില്ല, കട്ട് ചെയ്തിട്ടുണ്ട്. പൊതുവേ ഒരു പറച്ചിലുണ്ട് ഷാജിദയ്ക്ക് അഹങ്കാരം കൂടി. അറിയൊന്നും പറയില്ല, പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ സബ്സ്ക്രൈബർ ഷാജിയുടെ പുതിയൊരു ഇന്റർവ്യൂ വീഡിയോ ഓൺലൈൻ മലയാള എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് പുള്ളിക്കാരത്തെ ഇപ്പോൾ ഒരു വീഡിയോ, അതായത് ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. ഈ ഇന്റർവ്യൂ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുറേ കാര്യങ്ങൾ, അതായത് പുതിയ കണ്ടെത്തലുകൾ, പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഷാജിദ ഇതിലൂടെ പറയുന്നത് കേട്ടോ. എന്തായാലും വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് വികാരങ്ങൾ അടക്കി പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് രണ്ടാം വിവാഹം. ഷാജി ഇന്റർവ്യൂ മാരേജ്, ഇതാണ് ആ ഒരു ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ കണ്ടു, വികാരങ്ങൾ അടക്കി പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് രണ്ടാം വിവാഹം എന്ന്. എന്താണ് പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത്? അപ്പൊ എന്തായാലും നമുക്ക് നേരെ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയാലോ. കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം ചെറുതായിട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. കാരണം ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു ഇതില്ല. ആൾക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയണില്ല. കഴിഞ്ഞു. ആളിവിടെ ഉള്ള കണ്ണൂരുകാരനാണ്. ആള് വന്നിട്ടുണ്ടായിരുന്നു, ദുബായിലൊരു ഷോപ്പാണ്. നാട്ടിൽ വന്നു, നിക്കാഹ് കഴിഞ്ഞു, ആള് പോയി. നിക്കാഹ് ഇതിപ്പോ ഈ മാസം തന്നെ ഫസ്റ്റിലായിരുന്നു. ഈ മാസം ഫസ്റ്റില്, ഡിസംബർ ഫസ്റ്റ്. അത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിക്കാഹ് കഴിച്ചത്. നമ്മുടെ പള്ളിയല്ല, വേറൊരു സ്ഥലത്ത് വെച്ച് നിക്കാഹ് കഴിച്ചത്. പാലക്കാട് തന്നെ? അല്ലല്ല, അവരുടെ ഭാഗത്ത് വെച്ച്, കണ്ണൂർ വെച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞു. ആള് പോയി. ആൾക്ക് ലീവ് കുറവാണ്, അതുകൊണ്ട് ആള് പോയി. ഇനി അങ്ങോട്ട് പോകും? അതെ, തീരുമാനിച്ചിട്ടില്ല. ഞാൻ നാട്ടിലുണ്ടാവും. ഞാൻ വീട്ടില് മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു ഷാജിയുടെ ഒരു സംഭവം വലിയൊരു ബോംബ് എന്ന് പറയാം അല്ലേ. ഒരു രണ്ടാം വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തെ നിരന്തരം വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ആ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട്, അതായത് എന്റെ കല്യാണം കഴിഞ്ഞു, ഇനി എന്നെ വിധവ എന്ന് ആരും വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരത്തെ ആ കാര്യങ്ങൾ പറഞ്ഞ രീതി തന്നെ മറ്റൊരു ലെവലിലായിരുന്നു. അതായത് നല്ലൊരു അഹങ്കാരത്തിന്റെ സ്വരം തന്നെയായിരുന്നില്ലേ. അപ്പൊ എന്തായാലും പുള്ളിക്കാരത്തിയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്ത തന്നെ ഇപ്പം എന്താ പറയുക, ഒരു ഇന്റർവ്യൂയിലൂടെ തന്നെ, അതായത് പബ്ലിക്കിന്റെ മുന്നിൽ ഓൾറെഡി ലൈവിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തിയുടെ ചാനലിലൂടെ തന്നെ. എന്നിരുന്നാലും അത് ഔദ്യോഗിക പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ചില സെലിബ്രിറ്റികളില്ലേ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒഫീഷ്യലി അവർ പ്രഖ്യാപനം നടത്തും പോലെ ഇവിടെ പറയണേ, എന്റെ വിവാഹം കഴിഞ്ഞു, ഈ മാസം തന്നെയായിരുന്നു, തുടക്കത്തിൽ തന്നെയായിരുന്നു വിവാഹം, കണ്ണൂരിൽ വെച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നത്, വിവാഹങ്ങളെല്ലാം കഴിഞ്ഞത്. ഈ ഒരു വിവാദത്തെ കുറിച്ചൊക്കെ നമ്മൾ കുറെ കേട്ടതാണല്ലേ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി ഇവിടെ കേട്ടു നോക്കാം. ഒരു പറച്ചിലുണ്ട് ഷാജിദയ്ക്ക് അഹങ്കാരം കൂടി. കാരണം വേറെ ഒന്നുമല്ല, ആൾക്കാർ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഷാജിദയുടെ ആദ്യമുള്ള ഒരു സംസാരമൊക്കെ ഉണ്ട്, വളരെ പാവമായിട്ട് വളരെ കൂളായിട്ട് സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ മാറിയിട്ട് ഷാജിയുടെ സംസാരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പച്ചയായിട്ട് തെറി പറയുന്ന രീതികൾ വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ട്. അല്ലല്ല, ചെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അതും ഒരു തെറിയുടെ ഒരു തുടക്കമാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് എന്നെ അങ്ങനെ ആക്കി തീർത്തത്. എങ്ങനെ? ഈ അവരുടെ കമന്റ്സ് ആണ് എന്നെ ഇത്രയും വയലന്റ് ആക്കിയത്. അപ്പൊ കേട്ടല്ലോ, നിങ്ങളാണ് ഇതിന് കാരണക്കാരെന്നാണ് നമ്മുടെ ഷാജിദ പറയുന്നത്. അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇത്രയും വയലന്റ് ആക്കിയത്. ഓക്കെ, അപ്പൊ ഈ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇവർ ഇത്രയും അഹങ്കാരം കാണിക്കാനും അതുപോലെ വയലന്റ് ആകാനുള്ള മെയിൻ റീസൺ അത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഷാജിദ ഇനി കുറ്റക്കാരിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പോകണ്ട, നിങ്ങൾ തന്നെയാണ് കാരണക്കാരേട്ടോ. ആ കൊച്ചിനെ പാവം, എന്തിനാ നിങ്ങൾ ഇത്രയും വയലന്റ് ആക്കാനൊക്കെ ശ്രമിച്ചത്? അത് മോശമായിട്ടുള്ള പരിപാടിയായി കേട്ടോ, അത് ശരിയല്ല. എന്നാലും ഇത് ഇത്തിരി കടന്നുപോയി. എന്തായാലും നിങ്ങൾ കാരണമാണല്ലോ ഷാജിദ ഇത്രയും വയലന്റ് ആയതും ഒരു രണ്ടാം വിവാഹം കഴിച്ചതും അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ അഹങ്കാരിയായിട്ട് മാറിയതൊക്കെ. എന്തായാലും വളരെ മോശമായി പോയി.
കാരണം എന്താന്ന് വെച്ചാല് ഞാൻ നല്ല രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അപ്പൊ ആ ഒരു എന്താ പറയാ എനിക്ക് സഹതാപത്തിന്റെ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നപ്പോൾ ഇവരെല്ലാവരും കമന്റ് ഇട്ടുണ്ടായിരുന്നത് ഇവള് സഹതാപത്തിന്റെ രൂപത്തിൽ ഇവള് പൈസ ഉണ്ടാക്കുകയാണ്, യൂട്യൂബിൽ കടന്ന് കളിക്കുകയാണ്, ഇവളുടെ കണ്ണീര് കണ്ടിട്ട് എല്ലാവരും ഇവളെ സഹായിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ആ ഒരു ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സഹതാപത്തിൽ നിന്ന് മാറിയിട്ട് നല്ലൊരു ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള ഒരാളാണ്. പൊതുവേ എൻ്റെ ഇക്കുള്ള ടൈമിൽ ഞാൻ നല്ല രീതിയിൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളും മോഡലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് ഇക്ക മരിച്ചതിന് ശേഷം ടെൻഷൻ കൂടിയിട്ടാണ് ഞാൻ പൊതുവേ ഇങ്ങനെ ആയത്. പൊതുവേ പറഞ്ഞാൽ നിങ്ങൾ വരുന്ന ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ഡള്ളായിരുന്നു, അങ്ങനെ ആയത്. അപ്പോൾ എന്താ പറയുക, ഇവരുടെ കമന്റ്സുകൾ ഇങ്ങനെ തുടരെ ഇവള് കണ്ണീരും കയ്യുമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പൈസ പണം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനൊന്ന് ചേഞ്ച് ആയി. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങിലും ബാക്കിയുള്ളതും നെയ്റ്റി മാറ്റി, ഞാൻ ബാക്കിയുള്ള ഡ്രസ്സിങ് മാറ്റി, അങ്ങനെയൊക്കെ മാറ്റി. അപ്പോൾ ഇവർ വീണ്ടും പറഞ്ഞു ഇവർക്ക് അഹങ്കാരം കൂടി, ഇവർക്ക് പണം വരാൻ തുടങ്ങി, ഇവർക്ക് പൈസ വന്നപ്പോൾ ഇവളുടെ അഹങ്കാരം കൂടി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ എനിക്ക് അഹങ്കാരം കാര്യങ്ങൾ എനിക്കുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ പൊതുവെ സംസാര രീതി എനിക്ക് അങ്ങനെയാണ്. ഇല്ല, സംസാര രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പിന്നെ ഇപ്പോൾ ഞാൻ ആ നിങ്ങളൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ടൈമിലും ആ ടൈമിലൊക്കെ ഞാൻ മാനസികമായിട്ട് ഒരു പിരിമുറുക്ക പൊതുവെ ഞാൻ ഇതാണ് ഷാജിദ പറഞ്ഞത്, ഇതാണ് റിയൽ ഷാജിദ. അവതാരം കൊള്ളാല്ലേ. ഇപ്പോഴാണ് റിയൽ ഷാജിദ. ആദ്യത്തത് ആക്ടിങ് ആണെന്ന് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ അവതാരകൻ ചോദിക്കുന്നുണ്ട്. ആക്ടിങ് ആയിരിക്കും അല്ലേ, കാരണം പണ്ട് കണ്ട ഷാജിദ അല്ലല്ലോ ഇപ്പോഴത്തെ ഷാജിദ. ഈ ഒരു ഇന്റർവ്യൂ കണ്ടാൽ തന്നെ ഷാജിദയുടെ മുഖത്തെയുള്ള ആ ഒരു എന്താ പറയുക എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരത്തി നിൽക്കുന്നത്. ഇപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡിന് മാറ്റം വന്നിട്ടില്ല. നമ്മൾ പണ്ട് തുടക്കത്തിലെ കണ്ടിരുന്ന ആ ഒരു ഷാജിദ അല്ല ഇപ്പം. അപ്പം അതിനുള്ള കാരണം പുള്ളിക്കാരത്തി പറയുന്നു ആ സമയത്തുള്ള ട്രോമ ട്രാജഡി അതൊക്കെ തന്നെയാണ്. ട്രോമ ട്രാജഡി അതൊക്കെ ഒരുപാട് ആളുകൾ അത് അനുഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് ഒരു ലെവൽ കടന്ന് വേറൊരു ഷാജിദ ആവുക അല്ലെങ്കിൽ വേറൊരു വ്യക്തി ആവുക എന്ന് പറയുന്നത് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നതല്ലല്ലേ. കാരണം ഈ കാണുന്ന ജനങ്ങളൊന്നും വിഡ്ഢികളല്ല അല്ലെങ്കിൽ പൊട്ടന്മാരല്ല. അവർക്ക് ഒരാളുടെ മാറ്റം ഏത് രീതിയിലാണെന്നും അത് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയാണല്ലോ. നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവ രീതികൾ മനസ്സിലാകും. പക്ഷേ തുടക്കത്തിൽ ഷാജിദ നല്ലൊരു ആക്ടിങ് തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് എല്ലാവർക്കും ഡൗട്ടുള്ളത്. എല്ലാം ഡൗട്ടല്ല, അത് ഉറപ്പിച്ച് പറയുകയാണ്. അത് തന്നെയാണ് നമ്മുടെ അവതാരകൻ ചോദിച്ചത്, ആദ്യം കാണിച്ചത് ആക്ടിങ് ആയിരുന്നു. എന്തായാലും എനിക്ക് ആ ഒരു ചോദ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ, ആദ്യം കാണിച്ചത് ആക്ടിങ് ആയിരുന്നു എന്നതാണ്. ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് ചോദിച്ചു എന്നുള്ളതാണ് വളരെ രസകരമായിട്ട് തോന്നിയത്. ഇതാണ് റിയൽ ഷാജിദ. ആക്ടിങ് അല്ല, അത് എനിക്ക് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തിന്റെ നില സൈലന്റ് ആയിരുന്നു. സംസാരം ഇപ്പൊ നിങ്ങൾ വരുന്ന ടൈമിനൊക്കെ മുന്നേ ഞാൻ മിണ്ടലില്ല, മക്കളോടടക്കം ഞാൻ മിണ്ടലില്ല. റൂമിൽ ഇങ്ങനെ ഒരു ഭാഗത്തിരിക്കും, ഉമ്മാനോട് മിണ്ടില്ല, പുറത്ത് വരില്ല, റൂമിന്റെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കുന്ന ഒരു പ്രകൃതിയായിരുന്നു. ഫോണെ ഞാൻ യൂസ് ചെയ്യലേ ഉണ്ടായിരുന്നില്ല. ഫോണൊക്കെ എനിക്ക് ഈ പാട്ട് ഫോൺ ഇതൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ആ ഒരു 4-5 മാസം എനിക്ക് അങ്ങനെ ആയിരുന്നു. അതെനിക്ക് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം കാരണമാണ്. ടെൻഷൻ, ആലോചിച്ചിട്ടുള്ള ടെൻഷൻ. കാരണം ഇക്ക മരിച്ച ടൈമിൽ എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാനിത് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. മക്കളൊക്കെ വലുതാവുന്ന ടൈം നമുക്ക് കൂടെ ഒരു സപ്പോർട്ടിന് ആളില്ലല്ലോ, എന്താ അവർ ചെയ്തത്, പിന്നീടാണ് എനിക്ക് ഇങ്ങനെ അതൊരു ഇതായി തോന്നി. അപ്പൊ ടെൻഷനും കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇക്ക മരിച്ച സമയത്ത് കൂടെ ആരുമില്ല, സപ്പോർട്ടിന് ആരുമില്ല എന്നുള്ള ഭയങ്കരമായിട്ട് ടെൻഷൻ ആയിക്കോട്ടെ പുള്ളിക്കാരത്തേക്ക്. അപ്പം ആ ടെൻഷൻ കാരണം പുള്ളിക്കാരത്തി എന്താ പാട്ടും കേൾക്കത്തില്ല, ആരോടും മിണ്ടത്തുമില്ല, എടുക്കത്തില്ല, മക്കളോട് പോലും സ്നേഹത്തോടെ പെരുമാറില്ല എന്ന് തന്നെ ഷാജിദ പറയുന്നത്. അതെന്ത് വലിയ ടെൻഷനാണ്, അത്രയും വലിയ ടെൻഷൻ. എന്തായാലും പുള്ളിക്കാരത്തിയുടെ ആ ഒരു മാനസികാവസ്ഥ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. പാവം കൊച്ച്, പാവം ഷാജിദ കുട്ടി. ഷാജിദ ചെയ്യുന്ന കണ്ടന്റുകളുടെ ഉച്ചിഷ്ടം എടുത്തിട്ടാണ് ബാക്കിയുള്ളവർ കണ്ടന്റ് ചെയ്യുന്നതെന്ന് ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞാൽ അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴേക്കും അതിന്റെ എടുത്ത് ഇരട്ടിയാക്കി ഇടുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ നല്ല രീതിയിൽ ഇടുന്ന പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ ഭയങ്കര മോശമായിട്ട് പറയുന്നത് അവൾ അങ്ങനെ ഇങ്ങനെ അവളുടെ ഇതെന്ന് പറഞ്ഞിട്ട് മോശം ഇതാക്കിയിട്ട്. അപ്പൊ അവരിപ്പോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചില ടൈമിൽ ഷാജിദയുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന ആൾക്കാരാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. കേട്ടല്ലോ, ഇതിനപ്പുറം എന്താ പറയുന്നത്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഷാജിദയെ മുഴുവനും അതായത് മുൻപ് സപ്പോർട്ട് ചെയ്തിരുന്നത്. നമുക്കറിയാലോ, ഒരു പ്രമുഖ ഓൺലൈൻ ചാനലിലെ ഒരു ഇന്റർവ്യൂയിലൂടെയാണ് ഷാജിദ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. ആ ഒരു ടൈമിൽ 5 മക്കളെയും കൊണ്ട് ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ട് ഒരു സിമ്പതി അവിടെ ഉടലെടുത്തു. ആർക്ക്? ഈ ഷാജിദയ്ക്ക്. നമ്മൾ നോക്കുമ്പോൾ അതൊരു പാവം കൊച്ച്, 5 മക്കളെയും വെച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെട്ടാണ് ആ പിള്ളേരെയും വളർത്തിയെടുക്കുന്നത്. വരുമാന മാർഗം ചോദിച്ചാൽ ഒന്നുമില്ല. അതുപോലെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തു. അപ്പം ഒറ്റയ്ക്ക് ആ 5 മക്കളെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് തന്നെയാണല്ലേ. 5 ആൺപിള്ളേരാണ്. എന്നിരുന്നാലും ശരി, 5 മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭയങ്കര സംഭവം. അതായത് നമുക്ക് അത് ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു ചെറുപ്രായത്തിൽ ഒരുപാട് അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു എന്നുള്ള രീതി തന്നെയായിരുന്നു നമ്മുടെ ഷാജിദ അന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് അല്ലേ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഇന്റർവ്യൂ ഇപ്പോഴും ആ ഒരു ചാനലിലുണ്ട്. അതെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇപ്പോഴത്തെ ഷാജിദയും ആ ഒരു ഷാജിദയും തമ്മിലുള്ള ടോട്ടലി എൻറ്റയർലി എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാകും.
ഓക്കെ. അപ്പൊ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഷാജിദയ്ക്ക് ഇത്രയും റീച്ച് കൊടുത്തത്. അപ്പം ഈ ഷാജിദ പറഞ്ഞല്ലോ, ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നവരാണ് ഈ റിയാക്ഷൻ വീഡിയോക്കാര് ചെയ്ത ആ റിയാക്ഷൻ അല്ലെങ്കിൽ അവർ ചെയ്ത ഈ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഷാജിദ ഇത്രത്തോളം ആളുകളിലേക്ക് എത്തിയത്. നമുക്കറിയാലോ, ഫസ്റ്റ് ഈ ഒരു വിഷയം എടുത്ത് റിയാക്ട് ചെയ്തത് ഇറ്റ്സ് മീ ഖയസ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. അപ്പൊ ആ പുള്ളിക്കാരൻ എന്താ ചെയ്തത്, ഈ ഒരു ഷാജിദയ്ക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത് തന്നെയാണ് പുള്ളിക്കാരൻ വീഡിയോ ചെയ്തത്. അത് നല്ല രീതിയിൽ ആളുകളിലെത്തി. ഈ ഷാജിദയെ അറിയാതിരുന്ന പല ആളുകളും ഇറ്റ്സ് മീ ഖൈസിന്റെ വീഡിയോ കണ്ട് തന്നെയാണ് പോയി ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്തതും മറ്റും. അതിനുശേഷമാണ് മറ്റുള്ള യൂട്യൂബേഴ്സ് ഇതിനടുത്ത് റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പം ഈ പൊതുവെ ഓരോരുത്തരും ഇത് റിയാക്ട് ചെയ്യുമ്പം ഷാജിദയ്ക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് കൂടിക്കൊണ്ടുവന്നത്. പക്ഷേ അത് ഈ പുള്ളിക്കാരത്തേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്തു. അങ്ങനെ ഇപ്പം ആരുടെ സഹായം വേണ്ട എന്നുള്ള രീതിയിൽ ഇത്രത്തോളം കൊണ്ടെത്തിച്ച ആ ഒരു പുള്ളിക്കാരന്റെ വീഡിയോക്കെതിരെ തന്നെ ഷാജിദ രംഗത്ത് വന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നന്ദിയില്ലാത്ത ഒരു പരിപാടി തന്നെയാണ് കാണിച്ചത്. അത് പോരാഞ്ഞിട്ട് ഇപ്പം ഉള്ള യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ പിറകെ നടക്കുകയാണ് കേട്ടോ, ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ. എന്തൊക്കെ വർത്തമാനമാണെന്നറിയില്ല കേട്ടോ. എന്തായാലും സമ്മതിക്കണം, ഈ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നുകൂടി അവര് നോക്കണം. എന്നിട്ട് വേണം ഇതിനൊക്കെ ഇറങ്ങാൻ. ആദ്യം ഷാജിദിനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും സംസാരിച്ചത്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം ഷാജിദിക്ക് സുഖമില്ല, മക്കൾ ഇങ്ങനെയാണ്, ജീവിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഷാജിദിക്ക് ഫുൾ സപ്പോർട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഷാജിദയുടെ സ്വഭാവത്തിൽ വന്നൊരു മാറ്റം കൊണ്ടാണ്. കാരണം ഈ ഷാജിദ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റുകളുടെ ഒരു ഉച്ഛിഷ്ടം എടുത്തുകൊണ്ടാണ് അവർ എടുത്തിട്ട് ഷാജിദേനെ അവർ വീഡിയോ റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആർക്കാണെങ്കിലും ദേഷ്യം വരും. സത്യമല്ലേ പറയുന്നത്? എന്തുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പൊ ഈ ഓൺലൈൻ നിങ്ങളുടെ ഈ ചാനലിൽ ഒരു വീഡിയോ എടുത്തിട്ട് വേറൊരു ആൾക്കാർ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താ വിചാരിക്കാം, നമ്മളുടെ കാര്യം എടുത്തിട്ട് ഇപ്പൊ എന്റെ കഥയാണ് ഇപ്പൊ ഇവർ പറയുന്നത് വെച്ചാൽ എന്റെ ചാനലിൽ ഞാൻ എന്റെ കഥ പറയുന്നുണ്ട്, അതെല്ലാവരും കാണുന്നുണ്ട്. അതിന്റെ വേണ്ടാത്ത ഭാഗങ്ങൾ എടുത്തിട്ട് ഇവരെടുത്ത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ എങ്ങനെയായാലും ഇവർക്ക് അതിന്റെ റീച്ച് കൂടുന്നുണ്ട്. ഇപ്പൊ കേസൊക്കെ ഒരു വീഡിയോ എന്റെ ചെയ്യുമ്പോഴേക്കും 4 ലക്ഷം 3 ലക്ഷം ഒക്കെ ആവുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത വീഡിയോക്കാണ് ആദ്യം അത്ര വ്യൂസ് വന്നത്. അതിന് ശേഷം ഇടുന്ന വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട്. പൊതുവേ ഇടുന്ന ആൾക്കാർക്കൊക്കെ വ്യൂസ് ഉണ്ട്. കാരണം എന്താണ്, ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാണ്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇപ്പൊ എനിക്ക് ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് കുറച്ച് എല്ലാവരും അറിയുന്നുണ്ട്, റീച്ച് കൂടുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് എന്നെ എന്താ പറയാ, എനിക്കായിട്ടുള്ള ഒരു ഇത് കുറയല്ലേ. കാരണം എന്റെ സ്റ്റാൻഡേർഡ് കുറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ അപവാദങ്ങളൊക്കെ പല വീഡിയോയിൽ ഇടുമ്പോൾ പല ആൾക്കാരും കാണുമ്പോൾ മോശമായിട്ടാണ് അവർ ഇതാക്കുന്നത്. കാരണം ഒരു ഗർഭമൊക്കെ ഒരു പെണ്ണിനെ ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇടാൻ. അപ്പൊ അത് തന്നെയാണ് അവതാരകനും ഇവിടെ ചോദിക്കുന്നത്. ആദ്യം അവര് സപ്പോർട്ട് ചെയ്തില്ലേ, അവര് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവും പറയുന്നില്ലേ? ഈ നെഗറ്റീവ് പറയാനുണ്ടായ കാരണം അല്ലെങ്കിൽ സാഹചര്യം എന്താണ്? അത് ഈ ഷാജിദ തന്നെയാണ് അതിനുള്ള വകയുണ്ടാക്കിയതും അല്ലേ? ഒന്നുമില്ലാതെ ഒന്നും ആരും അങ്ങനെ റിയാക്ട് ചെയ്യുന്നതല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ. കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു, ഈ വികാരങ്ങൾ അടക്കി പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷാജിദ രണ്ടാമത് വിവാഹം കഴിച്ചെന്ന് പറഞ്ഞത്. വികാരം അടക്കി പിടിക്കാത്തതെന്നല്ല, എനിക്കിപ്പോ ഒരു 32 വയസ്സായിട്ടുള്ളൂ, മനുഷ്യനാണ്. ഇപ്പൊ മനുഷ്യന്മാരാകുമ്പോ എല്ലാ മനുഷ്യന്മാർക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഇപ്പൊ എന്റെ ശരീരത്തിലെ ഹോർമോണും കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇപ്പൊ നിങ്ങളൊരു കമന്റ് ഇടുന്ന ഒരാൾ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെണ്ണിന്റെ വിചാരങ്ങളെ മാറ്റി നിർത്തിയിട്ട് അത് നമ്മുടെ ഒരു എനിക്ക് 15 വയസ്സായ മകനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ വിചാരങ്ങൾ എനിക്ക് അവനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. ബയോളജി ക്ലാസ് അല്ലേ? എന്താ ഇത് പറയുന്നത്? ലാസ്റ്റ് അവർ പറഞ്ഞു കേട്ടോ, എന്റെ വിചാരങ്ങളും എനിക്കിപ്പോ 15 വയസ്സായ മോനുണ്ടെങ്കിൽ അവനോട് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. അല്ല, അങ്ങനെ പറയാൻ പോലും എങ്ങനെ തോന്നുന്നു അല്ലേ? ഇത്രയ്ക്ക് വൃത്തിയിട്ട രീതിയിൽ സ്വന്തം മകനോട് വിചാരവും കാണിക്കാൻ പറ്റുമെന്ന് അവരവർ പറഞ്ഞ ഡയലോഗില്ലേ, അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതെങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ തോന്നി, അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. എന്തായാലും ഞാനൊരു വിചാരവും ഉള്ള ജീവിയാണെന്നും പറഞ്ഞുകൊണ്ട് എപ്പം നോക്കിയാലും യൂട്യൂബിൽ ആ വീഡിയോസിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടിട്ട് ഇപ്പൊ ഞങ്ങൾ മടുത്തിരിക്കുവാണ്. വിചാരം അങ്ങ് മാറ്റിക്കള, വികാരം അത് തന്നെയായിരിക്കും കാരണം. എനിക്ക് 15 വയസ്സായ മകനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ വിചാരങ്ങൾ എനിക്ക് അവനോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതെന്റെ ഒരു പാർട്ട്ണറോട് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പൊ 15 കൊല്ലം ഞാൻ എന്റെ ഇക്കാനെ വിളിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്റെ ഇക്കാന്റെ കൂടെ കറങ്ങിയിട്ടുണ്ടായിരുന്നത്, എന്റെ ഇക്കാന്റെ കൂടെ എല്ലാ കാര്യങ്ങളും എന്റെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു സംഭവം നഷ്ടപ്പെടുമ്പോൾ ഇന്നൊരു പാർട്ട്ണർ തേടാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇന്നൊരു പാർട്ട്ണർ എന്തുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നില്ലല്ലോ. ആരായില്ലല്ലോ. പണ്ട് കാലത്ത് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ തീരുമാനം എടുത്തപ്പോൾ എന്നെ ഒരുപാട് സ്ത്രീകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരാ പറഞ്ഞത് ഒറ്റയ്ക്ക് ജീവിക്കാൻ? നിങ്ങൾ തന്നെയല്ലേ എന്റെ ഇക്ക എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതും അല്ലേ? വേറെ ആരുമല്ലല്ലോ. രണ്ടാമതൊരു വിവാഹം കഴിക്കേണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും പറഞ്ഞു? ഇല്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടം രണ്ടാം വിവാഹം കഴിക്കുന്നത്, അത് നിങ്ങളുടെ ഇഷ്ടം. അത് ഓൾറെഡി നിങ്ങൾ പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ പുള്ളിക്കാരത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, പൊതുസമൂഹത്തിന്റെ ഒരു മെസ്സേജ്. എന്താണെന്നറിയാമോ? ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് ആന്റിമാരെയാണ് ഇഷ്ടം. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് എനിക്കറിയാം.
എന്തായാലും അത് നല്ല രീതിയിലുള്ള ഒരു മെസ്സേജ്, പുതിയ പുതിയ ഓരോ മെസ്സേജും കണ്ടെത്തലുകളൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ നമ്മുടെ ഷാജിദ കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്തായാലും വികാരവും വിചാരവും എല്ലാം ഉള്ള ആള് തന്നെയാണ്. പാർട്ട്ണറോട് ഷെയർ ചെയ്താൽ മതി, വേറെ ആരോടും ഷെയർ ചെയ്യേണ്ട, ആർക്കും കേൾക്കാനും താല്പര്യമില്ല. അടുത്തപ്പോൾ എന്നെ ഒരുപാട് സ്ത്രീകൾ വിളിച്ചിട്ട് ഷാജിദ ഞങ്ങൾ ഇതേപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു, പക്ഷെ മക്കൾ ഞങ്ങളെ ഇട്ടിട്ട് പോയി. സ്വഭാവമായിട്ട് ഇട്ടിട്ട് പോവല്ല, അവർക്ക് അവരുടെ ലൈഫായപ്പോൾ അവർ അവരുടെ ഭാഗമായി, ഞാൻ ഒറ്റയായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു കല്യാണം കഴിച്ചാലോ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ തിരഞ്ഞെടുത്തു. ഇപ്പോൾ എനിക്ക് 32 വയസ്സ്, ഈ ടൈമിൽ ഞാൻ തിരഞ്ഞെടുക്കാണ്ട് ഒരു 40-50 വയസ്സിൽ തിരഞ്ഞെടുത്തിട്ടുള്ള കാര്യം ഇപ്പോഴല്ല തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ തിരഞ്ഞെടുത്തു എൻ്റെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ മക്കളോട് ഷെയർ ചെയ്യാൻ പറ്റത് എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാം, അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ വിചാരങ്ങൾ ഏത് പെണ്ണിനല്ലാത്തത്, ഏത് ആണിനല്ലാത്തത്, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അത് നേരത്തെ തെരഞ്ഞെടുത്ത് നേരത്തെ അല്ല, ഞാൻ ഇപ്പോൾ കല്യാണം ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇവരെല്ലാം അറിഞ്ഞിട്ടാണ് വന്നത്. അവനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ അറിയാം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അറിയാം. എൻ്റെ വീഡിയോയിൽ ഡെയിലി കാണുന്നതാണ്, എൻ്റെ എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ എല്ലാ സങ്കടം അറിയാം, സന്തോഷം അറിയാം, എല്ലാ കാര്യം എനിക്കറിയാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ല, യൂട്യൂബ് കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ പൊതുവേ അതിൽ വന്നിറങ്ങിയതുകൊണ്ട് എനിക്ക് എതിർപ്പില്ല, ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എതിർപ്പില്ല. ഒടുവിൽ അവർ പറയുന്നുണ്ട് ഇവരുടെ ഈ ഒരു എന്താ പറയുക, 2ാം വിവാഹം കഴിഞ്ഞതോടുകൂടി തന്നെ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് അമ്മമാർ വിളിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി തന്നെയാണ് ഒരു വീഡിയോയിൽ പറഞ്ഞത്, അതായത് ഏതോ അസൂയ പിടിച്ച തള്ള ഇവരെ വിളിച്ചിട്ട് ഈ ഒരു കൊച്ചു ചെറുക്കനെ കിട്ടിയോളോ കല്യാണം കഴിക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാജിദ തന്നെയാണ് വീഡിയോ ചെയ്തിരുന്നത്. പക്ഷെ അപ്പോഴൊന്നും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, മറ്റുള്ളവർ വിളിച്ചു എന്നുള്ള കാര്യമൊന്നും. എന്തായാലും സപ്പോർട്ടിന് ആളുകളുണ്ടല്ലോ, അത് തന്നെ ധാരാളം. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടൊന്ന് കണ്ടുമുട്ടി? ഫോണിലൂടെ തന്നെയാണ്, ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. എന്താ പറയാ, ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്ക് മെസ്സേജ് അയച്ചത്. അതെങ്ങനെ മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ, എൻ്റെ ഇക്കാൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഒരു സങ്കടം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്ക് അവൻ ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിയിൽ അവൻ എന്താ സംഭവം, അവൻ മരിച്ചത് അറിയില്ല, അവൻ എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. അതിന് മുന്നേ അവൻ എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്ത ഒരാളാണ്, അപ്പോൾ എൻ്റെ വീഡിയോസ് ലൈക്ക് അടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ ഇക്ക മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് ഇക്ക മരിച്ചു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, ഇക്കാൻ്റെ കടങ്ങൾ കാര്യങ്ങൾ, അതിലൊക്കെ എന്നെ അവൻ സഹായിച്ചു, പൈസ അയച്ചു തന്നു, കടം വീട്ടാൻ വേണ്ടി പൈസ അയച്ചു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടർന്ന്, അന്ന് നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലാണ്ട്. പിന്നെ അവൻ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവൻ അടുത്തു, നമ്മൾ പൊതുവെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി, അവൻ അവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. ഒരു എത്ര നാളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു? ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൂ, ഒരു ഇക്ക മരിച്ചിട്ടൊരു 5-6 മാസം കഴിഞ്ഞിട്ടാണ്. 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സൗഹൃദം തുടങ്ങിയത്. അതിന് മുന്നേ അവൻ എൻ്റെ ഫ്രണ്ടാണ്, ഇൻസ്റ്റാഗ്രാമിൽ അവൻ എൻ്റെ വീഡിയോ റീൽസ് ഒക്കെ കാണുമായിരുന്നു. ഇക്കുള്ള ടൈമിൽ അവൻ റീൽസ് ഒക്കെ കാണും, അങ്ങനെയൊക്കെ അറിയാം. പക്ഷെ എനിക്ക് അവൻ മെസ്സേജ് അയക്കുക അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളായിരുന്നു. എന്തായാലും അവതാരകൻ അപ്പോൾ തന്നെ അതിനുള്ള ഒരു കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഷാജിദ ഒന്ന് പകയ്ക്കുന്നുണ്ട് കേട്ടോ. അതില് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, ഈ ഒരു വയസ്സിലല്ലാതെ ഞാൻ 40-50 വയസ്സിലാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? അത് വേണ്ട, അത് നിങ്ങൾ ഇപ്പൊ തന്നെ തിരഞ്ഞെടുക്കൂ. കാരണം ഭർത്താവ് മരിച്ചിട്ട് 6 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയത്. അത് വഴിയെ തന്നെ ഷാജിദ പറയുന്നുണ്ട്. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നിക്കാഹ് കഴിഞ്ഞു എന്നും പറയുന്നു. അത് ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു പുതിയാപ്പിളയെ കുറിച്ചും പുള്ളിക്കാരത്തി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അവരുടെ വായിൽ നിന്ന് തന്നെ അത് എങ്ങനെയുള്ള കണ്ടുമുട്ടൽ, ആ ഒരു സുന്ദര നിമിഷങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ല. ഇക്ക മരിച്ചതിന് ശേഷം അവൻ എൻ്റെ റീലിൽ അടിയിൽ ഞാൻ ക്യാപ്ഷൻ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അവൻ എന്നെ കോൺടാക്ട് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കോൺടാക്ട് ചെയ്ത് എന്താ പ്രശ്നം, എന്ത് പറ്റി, ഇക്ക എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ രീതിയിൽ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പ്രശ്നം വന്നു പെട്ടെന്ന്. അപ്പോൾ അവനിങ്ങനെ മെസ്സേജ്, സാധാരണ രീതിയിലുള്ള മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രഷർ കുറച്ച് ചില ടൈം ഞാൻ അവനോട് സംസാരിക്കാണ്ട് മെസ്സേജ് അയക്കാണ്ടായപ്പോൾ അവൻ എന്താ പ്രശ്നം എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനത് അയച്ചു തന്നു, ഞാനത് കടം വീട്ടി. അങ്ങനെയൊക്കെ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു സൗഹൃദത്തിൽ പ്രണയത്തിലേക്ക് മാറിയത്. പ്രണയത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിച്ചേക്കാം അങ്ങനെ ഒരു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോകുമായിരുന്നു. കാരണം അവന് ഏജ് കമ്മിയാണ്, 26 വയസ്സായിട്ടുള്ളൂ. പിന്നെ എനിക്ക് 32 വയസ്സായില്ലേ. അപ്പോൾ ഒരു ഏജ് ഡിഫറൻറ്റ് ഉണ്ട്. പിന്നെ കുടുംബത്തിലും അവനൊരു മോൻ, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാനുള്ള പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രണയത്തിലൂടെ അങ്ങ് പോകുമായിരുന്നു. കാരണം എന്നാ ഒരു നമ്മളെ സപ്പോർട്ടായിട്ട് ഒരാള്, എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് ഒരാളുണ്ട് എന്നുള്ളൊരു ഇത്. കല്യാണം കഴിക്കണം ഇപ്പൊ ഇന്നത്തെ കാലത്ത് പാരും കല്യാണം ഒന്നും കഴിക്കുന്നില്ല ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഈ കേട്ടില്ല ഇവരുടെ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഉണ്ടായതെന്നുള്ളത്. ഇവിടെ ഷാജിദ തന്നെ ഒരുപാട് തവണ പറയുന്നുണ്ട് പുള്ളിക്കാരന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇഷ്ടമല്ല അല്ലേ? അത് നിങ്ങൾ ഒരുപാട് തവണ കേട്ടു. ഈ ഒരു വീഡിയോയിൽ തന്നെ എത്രയോ തവണ പറയുന്നു. എന്നിട്ടിപ്പോ പറയുന്നില്ലേ, റീൽസ് വീഡിയോയിലൂടെയാണ് പരിചയപ്പെട്ടത്, ഇൻസ്റ്റാഗ്രാം വഴിയിലൂടെയാണ് പരിചയപ്പെട്ടത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെടാത്ത ഒരാൾ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടാകുന്നത് അല്ലേ? അപ്പൊ അതെന്താണ് അങ്ങനെ ഒരു സംഭവം? ഇവരെ ഇക്ക മരിച്ച് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ മെസ്സേജ് ഇടുന്നതിന്.
ഇപ്പം ആദ്യ ഹസ്ബൻഡിനെ കുറിച്ച് ഒരു സെൻഡി ആയിട്ടുള്ള ഒരു വീഡിയോ എന്തോ ഇട്ടെന്നാണ് പറയുന്നത്, സാഡ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ ആരെങ്കിലും അത് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ മെസ്സേജിന് മറുപടി കൊടുക്കും. അതും അങ്ങനെ മെസ്സേജിന് മറുപടി കൊടുക്കണമെങ്കിൽ അത് അറിയാവുന്ന ഒരു വ്യക്തി ആയിരിക്കണ്ടേ. പക്ഷെ ഇവിടെ അതല്ലല്ലോ സംഭവിച്ചത്. സംഭവം എന്താണെന്ന് ചോദിച്ച ഉടനെ തന്നെ നമ്മുടെ ഷാജിദ ഉള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എന്തായാലും അത് അവരുടെ പേഴ്സണൽ കാര്യം, അതിനെക്കുറിച്ച് ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെയൊക്കെ തന്നെ നമുക്ക് ഓരോന്ന് കാര്യങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ, അല്ലേ? എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല, അത് ശരിയല്ല അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് കാര്യങ്ങളും അവൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു ഭർത്താവ് മരിച്ചിട്ട് ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങളുടെ സൗഹൃദം പതുക്കെ നീണ്ടുകൊണ്ട് അവൾക്ക് പ്രണയത്തിലേക്ക് മാറി, പ്രണയത്തിൽ നിന്ന് പതുക്കെ വിവാഹത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അവന്റെ വീട്ടിൽ സമ്മതമായിരുന്നോ? അല്ല, അവന്റെ വീട്ടുകാരനെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഇപ്പൊ അറിഞ്ഞോ? ഇപ്പൊ എല്ലാവരും അറിഞ്ഞു. എന്താ പറഞ്ഞത്? ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ടിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ എല്ലാവരും അറിഞ്ഞു. എന്താ പറയാന്ന് വെച്ചാൽ ഒന്നും എന്നിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും. പിന്നെ എനിക്ക് നിക്കാഹിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിൽ പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇതിനെ കുറിച്ച് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയില്ല, ഇപ്പൊ ഞാൻ പറയില്ല. അത് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഞാനിപ്പോ തുറന്നു പറയുന്നില്ല. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കല്യാണമായിരുന്നു എന്നും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട്. പ്ലാനിങ് ഒന്നുമില്ല. ഞങ്ങൾക്ക് പ്ലാനിങ് അങ്ങനെയുള്ള കാര്യം അതൊക്കെ പൊതുവേ അവർ പറയുന്നതാണ്. എനിക്ക് പ്ലാനിങ്, അവനിക്ക് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കേട്ടല്ലോ. അപ്പം ഷാജിദയുടെ വാക്ക് കേട്ടല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ആരാണ് കല്യാണം കഴിക്കുന്നത്, അല്ലേ? കല്യാണം കഴിക്കാനൊന്നും പ്ലാനൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഇങ്ങനെയൊന്ന് പോകാം എന്നുള്ള പ്ലാനായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തി നേരത്തെ പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാം വഴിയിലൂടെ പരിചയപ്പെട്ടതും ആ ഒരു സൗഹൃദം പ്രണയത്തിലോട്ടായതും ആ പ്രണയം പിന്നീട് ഒരു സാമ്പത്തിക ഇടപാടിലേക്ക് മാറിയതും പുള്ളിക്കാരനെ ഒരുപാട് സഹായിച്ചു എന്നൊക്കെ തന്നെയാണ് നമ്മുടെ ഷാജിദ പറയുന്നത്, അല്ലേ? അപ്പം ഇതിനൊക്കെ എന്താ മറുപടി പറയാന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. സംഭവം എന്താണ് ഈ ഷാജിദ ഉദ്ദേശിക്കുന്നതെന്നും അറിയില്ല. അപ്പം ശരിക്കും ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് തന്നെ കണ്ടില്ലേ? അതായത് തീരെ ചെറിയ ഒരു പ്രായം, 26-27 വയസ്സെന്നാണ് പറയുന്നത്. ഷാജിദ മുന്നേ എത്ര കാലം കൊണ്ട് 32 എന്ന് പറയുന്നതാണ്. ഞാൻ വേറെ ഏതോ ചാനലിന്റെ വീഡിയോയിൽ ഇങ്ങനെ പോയപ്പോഴും ജസ്റ്റ് അവിടെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ അതിലൊരു കമന്റ് ബോക്സ് കണ്ടത്, അതായത് ഈ ഷാജിദയ്ക്ക് 32 37 വയസ്സുണ്ടെന്നാണ് ആ ഒരു കമന്റ് ബോക്സ് കണ്ടത്. അപ്പം അത്രയും സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ അത് അറിയാന്നുള്ള ആരെങ്കിലും ആയിരിക്കില്ലേ? അപ്പം എന്തിനാണ് ഈ ചുമ്മാ 32 എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈ 37 വയസ്സും അതുപോലെ 26 വയസ്സും തമ്മിലുള്ള ആ ഡിഫറൻസ് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് മാരേജ് ഒരാൾ കഴിക്കുന്നതെങ്കിൽ, പൊതുവെ ഇപ്പോൾ ഷാജിദയ്ക്ക് 5 മക്കളാണ്. ഒരു 5 മക്കള് പോറ്റാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും അതേപോലെ ഒരു തുണയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഓൾറെഡി എന്താ ചെയ്യുന്നത്? കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള പേഴ്സണെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക, അല്ലേ? അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ സംഭവിച്ചിരിക്കുന്നത്. ഒരു ചെറിയ പ്രായമുള്ള ഒരു പയ്യനെയാണ് ഷാജിദ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് സെക്കൻഡ് മാരേജ് ആണ്. ഫസ്റ്റ് മാരേജ് ആണെങ്കിൽ നമുക്ക് ഓക്കെ, പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ അതങ്ങ് സംഭവിക്കുന്നതാണ്. പക്ഷെ ഇവിടെ കണ്ടില്ലേ, ഒരു ചെറിയ പയ്യനെ വിവാഹം കഴിച്ചത്, അതും 5 മക്കളെ ഈ ഒരു ചെറിയ പയ്യൻ നോക്കുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നു ആമ്പിള്ളേരല്ലേ, ആ ഒരു അപ്പോഴത്തെ ഒരു ഇതില് അങ്ങനെ നടന്നതായിരിക്കാം എന്നാ വിചാരിക്കും. എനിക്ക് തോന്നുന്നില്ല ഒരു പക്വതയുള്ള ഒരു പയ്യനാണോ എന്നുള്ളത് അറിയത്തില്ല. ഈ 5 മക്കളെയും നോക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. ദുബായിലാണ് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യാവസ്ഥ ഇപ്പോഴും പുറത്ത് പറയുന്നില്ല കേട്ടോ, കാരണം ആൾക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടതെന്ന് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. കല്യാണം നടന്ന സമയത്ത് അവരുടെ നാട്ടിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കില്ലേ നിക്കാഹ്, രണ്ടാമതൊരു നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ എനിക്ക് ഉപ്പില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു ഉസ്താദിന്റെ ഒരു വേറൊരു ഉസ്താദിനെ വെച്ച് നമുക്ക് നിക്കാഹ് കഴിക്കാം. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടും കഴിച്ചിട്ടുണ്ട് ഇതേപോലെ. അത് നമ്മുടെ മാലത്തിൽ വെച്ചിട്ട് ഒന്നല്ല, വേറെ ഏതോ പള്ളിയിൽ പോയിട്ട് നമ്മളൊരു ഉസ്താദിനെ കണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മൾ തമ്മിൽ നിക്കാഹ് കഴിക്കാം. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ നിക്കാഹ് കഴിച്ചത്. അല്ലാണ്ട് ഇപ്പോൾ പള്ളി മുഖാന്തരം അവരുടെ ഉമ്മ വാപ്പ ഇടപെട്ടിട്ടല്ല നിക്കാഹ് കഴിച്ചത്. ഫസ്റ്റ് മാരേജ്, ഇപ്പൊ സെക്കൻഡ് മാരേജ് അങ്ങനെ കഴിക്കുന്നവരുണ്ട്, പക്ഷെ ഇങ്ങനെ കഴിക്കുന്നവരുണ്ട്. എന്റെ പള്ളിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, അവന്റെ പള്ളിയിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ കഴിച്ച് കഴിയുമ്പോഴത്തേനും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിക്കാഹിനെ കഴിക്കണില്ല, എല്ലാവരും കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അതെ, പക്ഷേ നിക്കാഹിന്റെ സംഭവത്തിലേക്ക് ആൾക്കാർ എത്തണില്ല. ഇപ്പൊ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് പറഞ്ഞാൽ അവരുടെ കൂടെ ജീവിക്കണം പറഞ്ഞാൽ ആരുടെ സമ്മതമില്ലാണ്ട് ഇപ്പൊ ലിവിംഗ് ടുഗദർ ഒക്കെ എങ്ങനെയാണ്? ലിവിംഗ് ടുഗദർ ഒക്കെ ഇത്ര വർഷം ഒരാളുടെ കൂടെ ജീവിക്കുക, അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ പിരിഞ്ഞു. അതിലിപ്പോ എന്താ കല്യാണം? അവിടെ ഒന്നുമല്ല. പക്ഷേ ഷാജിദെ പോലെ ഒരാൾ ലിവിംഗ് ടുഗദർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പറ്റില്ല. അല്ല, പൊതുവേ ഞാൻ പറഞ്ഞത് ഷാജിദ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഇപ്പൊ ആരും കല്യാണം കഴിക്കണില്ല, ഇപ്പൊ എല്ലാവരും നോർമൽ രീതിയിൽ പോണോണ്ട് പറഞ്ഞതാണ്. ഷാജിദയ്ക്ക് ഇപ്പോൾ ലിവിംഗ് ടുഗദറിൽ ജീവിക്കാൻ പറ്റുമോ? പലരും പല കണ്ണിൽ നോക്കില്ലേ? എനിക്ക് പറ്റില്ല. ഞാൻ പൊതുവേ പറഞ്ഞത് അങ്ങനെയാണ്, ഒരു കല്യാണത്തിന്റെ ഇതല്ലാന്ന്. പിന്നെ എനിക്ക് നിക്കാഹിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിൽ പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇതിനെ കുറിച്ച് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയില്ല, ഇപ്പൊ ഞാൻ പറയില്ല. അത് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഞാനിപ്പോ തുറന്നു പറയില്ല. ഇത് ആരോടെയാ ഷാജിദ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങളെല്ലാം പൊട്ടന്മാരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്.
ഓൾറെഡി ഇവര് റിലേഷൻഷിപ്പിൽ തന്നെ ആയിരുന്നു കാണും കേട്ടോ. അപ്പൊ ഇതെന്തായാലും വീട്ടുകാർക്കും അതുപോലെ നാട്ടുകാർക്കും പ്രത്യേകിച്ച് പള്ളിക്കാർക്ക് സമ്മതമല്ല. എന്തായാലും ഒരു സെക്കൻഡ് മാരേജ് എത്രയോ പള്ളികൾ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അവിടെയൊക്കെ ഉസ്താദന്മാരല്ല ഈ കല്യാണം നടത്തി കൊടുക്കുന്നത്, വേണ്ടപ്പെട്ടവരാണ്. അല്ലാതെ ഉസ്താദന്മാർക്ക് ഇതിലേക്ക് കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ള ഒരു നിയമമൊന്നും ഇല്ല. വേണ്ടപ്പെട്ടവർ ഇപ്പം ഷാജിദ പറയുന്നുണ്ട്, ഷാജിദയുടെ ഉപ്പ മരിച്ചുപോയി, അതുകൊണ്ടാണ് വേറെ ഏതോ പള്ളിയിൽ പോയി. സ്വന്തം പള്ളിയിൽ എന്തായാലും ഈ ഒരു അനുവാദം കിട്ടില്ല, കാരണം ഓൾറെഡി റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഒരു പള്ളിക്കാരും ഇപ്പൊ അവന്റെ പള്ളിക്കാരായാലും ഇവളുടെ പള്ളിക്കാരായാലും അതിന് സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് കണ്ണൂരിൽ പോയി പള്ളിയിൽ പോയി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ കെയർ ഓഫിൽ. അത് ഏത് ഉസ്താദാണ് അങ്ങനെ വിവാഹം നടത്തി കൊടുക്കുന്നത്? ഇപ്പം ഷാജിദയുടെ ഉപ്പ മരിച്ചു എന്ന് പറയുന്നില്ലേ, ആ ഉപ്പ മരിച്ചെങ്കിൽ ആ സ്ഥാനത്ത് ഉപ്പയുടെ അതായത് വാപ്പയുടെ സഹോദരനോ ആ ഒരു സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യതയുള്ള ഒരാളായിരിക്കും ആ വിവാഹം നടത്തി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മകൻ ഉണ്ടെങ്കിൽ ആ മകൻ മതി, അല്ലെങ്കിൽ സഹോദരനായാലും മതി, ഇവര് മതി നിക്കാഹ് നടത്തി കൊടുക്കാനായിട്ടും മുന്നിട്ട് നിൽക്കേണ്ടത്. അല്ലാതെ ഒരു ഉസ്താദന്മാരും ഒരു കല്യാണം അങ്ങനെ ആളുകൾ അതായത് അവരുടെ റിലേഷൻ ഇല്ലാതെ അങ്ങനെ സമ്മതിക്കും. അത് അങ്ങനെയൊക്കെയുള്ള കല്യാണത്തിന് ഇവിടെ എത്രയോ രജിസ്റ്റർ മാരേജ് എന്നുള്ള സംഭവമുണ്ട്, അവിടേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലാതെ ഈ ഒരു സംഭവത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ദഹിക്കുന്നില്ല. ഇതൊക്കെ എനിക്കൊന്ന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഷാജിദ ഇനി ഇവർ തമ്മിൽ കല്യാണം കഴിച്ചോ അതും അറിയില്ല കേട്ടോ. എന്തായാലും ഇവളുടെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് മെസ്സേജുകൾ തന്നെയാണ് നമുക്ക് ഷാജിദ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇവർ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നേ ഉള്ളൂ. എന്തായാലും ഈ ഇന്റർവ്യൂ കഴിഞ്ഞതോടുകൂടി പുള്ളിക്കാരത്തി ഇപ്പോൾ നല്ല എയറിലാണ്, നല്ല രീതിയിൽ എയറിലാണ്. കാരണം അമ്മാതിരി കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പിന്നെ എന്ത് വേണം അല്ലേ? ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാലേ ജനങ്ങൾ പൊട്ടന്മാരെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ഏകദേശം അത് തന്നെയായിരിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം ഷാജിദയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഷാജിദ പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പൊങ്കാല കമന്റ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 കമന്റ്സ് കൂടെ നമുക്ക് നോക്കാം. എല്ലാം ഒന്നും വായിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയേറെ ഉണ്ട് ഷാജിദയ്ക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. കാമുകനുമായുള്ള ബന്ധം അറിഞ്ഞിട്ടാകും ഹസ്ബൻഡ് ജീവൻ ഒടുക്കിയത്. പെങ്ങൾ പറഞ്ഞത് വെറുതെ അല്ല. ശരിക്കും ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ അത് തന്നെയാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. കാരണം ആ ഒരു നാത്തൂൻ പറഞ്ഞ കാര്യത്തിൽ സത്യം കാണുമായിരിക്കും. അവൾ ഒരു വീഡിയോയിൽ പറഞ്ഞ് എല്ലാ ചെക്കന്മാരും ആന്റിമാരുടെ ബാക്കിലാണെന്ന്, അതായത് കൂടെ പുറകിലാണ് ആന്റിമാരെ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇവളെ ആദ്യമേ സെറ്റും. അത് എന്താ സംശയം? നമ്മളെ ഷാജിദ ആന്റി അല്ലേ, ആന്റി, അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞത്. ഒരുപാട് പേര് മരണത്തെ, അതായത് ആദ്യ ഭർത്താവിന്റെ മരണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വെറുതെ ആയിരിക്കില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നുള്ളതൊക്കെ. ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഇവളെ വെറുക്കുന്നവരുണ്ടോ? ഉറപ്പായിട്ടും ഈ ഒരു ഇന്റർവ്യൂവിന് ശേഷം ഈ ഒരു ഷാജിദയെ ഒരുപാട് പേര് വെറുക്കുന്നുണ്ടാവും. ഭർത്താവ് മരിച്ച് 6 മാസമായപ്പോൾ 5 മക്കളുള്ള ഒരു തള്ള 26 വയസ്സുള്ള വിവാഹം കഴിക്കാത്ത ഒരു പയ്യനെ പ്രേമിച്ചത് ഒരിക്കലും ശരിയായില്ല. ആ പയ്യന്റെ മാതാപിതാക്കൾ ക്ഷമിക്കുമോ? ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത സമയത്തെ ശപിക്കുകയാണ്. ആളുകൾ സ്വന്തമായിട്ട് തന്നെ ശപിക്കുകയാണ്, എന്തിനാ സപ്പോർട്ട് ചെയ്തതെന്ന്. കാരണം അമ്മാതിരി ഒരു തോന്നിവാസം തന്നെയാണ് ഷാജിദ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. ഈ വീഡിയോയിൽ എല്ലാം ഉണ്ട്. ഇനിയും ഇവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് നല്ല മെസ്സേജാണ് ഇവർ തരുന്നത്? കുറേ മെസ്സേജസ് നമുക്ക് തരികയില്ലേ, സമൂഹത്തിന് നല്ല നല്ല മെസ്സേജസുകളാണ് നമ്മുടെ ഷാജിദ തരുന്നത്. സ്വന്തം ഉമ്മയ്ക്ക് പോലും ലൈഫിൽ സ്ഥാനമില്ല, അത് ഓൾറെഡി കറക്റ്റാണ്. അവർ പറഞ്ഞിട്ടില്ലേ, എനിക്ക് വിവാഹം കഴിക്കാൻ ഉമ്മയുടെ അനുവാദവും വേണ്ട, വീട്ടുകാരുടെ അനുവാദവും വേണ്ട, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. കൂടപ്പിറപ്പുകൾക്കോ സ്ഥാനമില്ല, ലിവിങ് ടുഗദർ കുഴപ്പമില്ല, ബ്രാക്കറ്റിൽ വ്യഭിചാരമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. പള്ളി മഹലക്കാർക്കും നാട്ടുകാർക്കും സ്ഥാനമില്ല. വിവാഹത്തിന് നിങ്ങൾ പൊന്നുപോലെ സ്നേഹിക്കുന്ന മക്കളെ കൂട്ടിയില്ല. ഏറ്റവും ലാസ്റ്റ് ഇക്കയുള്ളപ്പോൾ മുതൽ ഈ 24 വയസ്സ് മാത്രം പ്രായമുള്ള ചെക്കൻ റീൽസിന് ലൈക്കും കമന്റും ഒക്കെ ചെയ്യാറുണ്ട്. ആകെയുള്ളത് വികാരവും വിചാരവും മാത്രം. അവളെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് നന്മയാണ് നിങ്ങൾ കാണുന്നത്? ശരിയാണല്ലേ, നമ്മളത് ചിന്തിച്ചു നോക്കി. കല്യാണത്തിന് പോലും മക്കളെ കൂട്ടിയിട്ടില്ല, ഉമ്മയുടെ അനുവാദം വേണ്ട, പെങ്ങളുടെ അനുവാദം വേണ്ട, പള്ളിക്കാരുടെ ആരുടെയും അനുവാദം വേണ്ട. ആകെയുള്ളത് വികാരവും വിചാരവും മാത്രമാണ്. ആ ഒരു വികാരവും വിചാരമാണ് ഈ ഒരു 26 വയസ്സായ ചെക്കനോട് കാണിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവളെ അവൻ ഒഴിവാക്കിയെന്ന് ഇവളുടെ പുതിയ ഷോർട്സിൽ ഒരു ഇക്ക റിപ്ലൈ ഇടുന്നുണ്ട്. അത് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കമന്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പുള്ളിക്കാരനും അതായത് ഈ ഒരു ഷാജിദയും ഇപ്പോഴത്തെ ഈ പുതിയ ചെറുക്കനില്ലേ അവൻ ഇവളെ ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ എൻ്റെ വീഡിയോയ്ക്ക് താഴെ മാത്രമല്ല ഒരുപാട് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത ആളുകളുടെ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ള ഫുൾ വാട്സപ്പ് വോയിസ് റെക്കോർഡും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും അതും താമസിയാതെ തന്നെ പുറത്ത് വരും. അപ്പൊ നമുക്കത് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇവിടെ വിവാഹം കഴിഞ്ഞു, വെറുതെ ഒരു മാല എടുത്തിട്ടേക്കണാണോ എന്ന് എനിക്കൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. റംല പറഞ്ഞതാണ് ശരി എന്നൊക്കെ പറയുന്നുണ്ട്. വികാരം എന്നുള്ള വിചാരം കുറച്ച് കൂടുതലാണ്, പിന്നെ നാക്കും അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ആ ഒരു ഇന്റർവ്യൂവിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിലുള്ള നാക്കുണ്ട്.
നിന്റെ നാത്തൂനാണ് ശരി എന്ന് തെളിയിക്കുന്ന ഒരു ഇന്റർവ്യൂ തന്നെയാണ് ഇത്. അത് ഉറപ്പായിട്ട് 100% ഉറപ്പ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഷാജിദ നിനക്ക് വേണ്ടി എന്ത് പറയണമെന്ന് പോലും അറിയില്ല. ചാനലുകൾ വന്നു നിന്ന് പൊട്ടത്തരങ്ങൾ പറയാതെ യൂട്യൂബ് നിർത്തി പോകുന്നതാണ് നല്ലത്. അത് തന്നെയാണ് നല്ലത്. എന്തിനാ ഈ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് മടുത്തു. ഇപ്പൊ ഷാജി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ഇപ്പൊ വെറുതെ പോയി. ഈ ഒരു ഷാജിദയാണല്ലോ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്ത് എന്നുള്ള ഒരു എന്താ പറയാ തലയ്ക്ക് കൈയും കൊടുത്ത് ഇരിപ്പുണ്ടാവും. ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. എന്തായാലും ഈ ഷാജിദയും ഈ ഒരു പുതിയ ചെക്കനും തമ്മിൽ പിരിഞ്ഞും ആ ചെക്കൻ ഇവളെ കളഞ്ഞിട്ട് പോയി എന്നൊക്കെ പറഞ്ഞാണ് പല വീഡിയോസിന്റെ താഴെ ഒരാൾ കമന്റ് ഇട്ടു എന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പൊ അതിനുള്ള പ്രൂഫ് സഹിതം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും നമുക്കത് നോക്കാം എന്താകും എന്നുള്ളത്. അത് വഴി എന്തായാലും അത് പുറത്തു വരാതിരിക്കില്ല ആ കാര്യങ്ങളെക്കുറിച്ചും. അപ്പൊ അതുവരേക്കും ഈ ഒരു പ്രഹസനങ്ങൾക്ക് ഇവിടെ വിടാം.